ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. കോട്ടയം ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള വനവികസന ഏജൻസി, പെരിയാർ വെസ്റ്റ് വനവികസന ഏജൻസി എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള പീരുമേട് തട്ടാത്തിക്കാനം പൈൻ ഗാർഡൻ പൂർണ്ണമായി ഇക്കോ ടൂറിസത്തിലേക്ക് മാറുന്നു. കാഴ്ചക്കാർക്ക് കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും പ്രദാനം ചെയ്യുന്ന തട്ടാത്തിക്കാനം പൈൻ ഗാർഡൻ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടെ മാലിന്യ നിക്ഷേപം തടയുന്നതിനും സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി പരിസ്ഥിതി ബോധവൽക്കരണം നടത്തുന്നതിനുമാണ് പ്രദേശത്ത് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി സന്ദർശകർക്കുള്ള വിശ്രമ ഇരിപ്പിടങ്ങൾ, ശുചിമുറികൾ, കൈവരികൾ, ഇൻഫർമേഷൻ ബോർഡുകൾ എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കുട്ടിക്കാനം, തേക്കടി, പരുന്തുംപാറ എന്നിവിടങ്ങളിലെത്തുന്ന സഞ്ചാരികളുടെയും ശബരിമല തീർത്ഥാടകരുടെയും ഇടത്താവളം കൂടിയാണ് പൈൻ ഗാർഡൻ. ഇവിടം കേന്ദ്രീകരിച്ച് മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള വന വിഭവങ്ങൾ വിപണനം നടത്തുന്നതിനും വിനോദസഞ്ചാരികൾക്ക് ലഘുഭക്ഷണ പാനീയങ്ങൾ നൽകുന്നതിനും സൗകര്യമുണ്ട്. ജനങ്ങളിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും വിവിധ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളെക്കുറിച്ചും അറിയുന്നതിന് ഇൻഫർമേഷൻ സെന്ററും സ്ഥാപിച്ചിട്ടുണ്ട്. കാന്തല്ലൂരിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ സ്ട്രോബെറിയുടെ മധുരം നുകരാം. മറയൂരിന്റെയും കാന്തല്ലൂരിന്റെയും മനോഹര കാഴ്ചകൾ കാണുന്നതിനൊപ്പം വിളഞ്ഞു കിടക്കുന്ന ആപ്പിളും സ്ട്രോബെറിയും കണ്ട് അവയുടെ മധുരം നുകരാൻ കൂടിയാണ് സഞ്ചാരികൾ കാന്തല്ലൂരിലേക്ക് എത്തുന്നത്. പുതിയ സീസണിലേക്കായി മാസങ്ങൾക്ക് മുൻപ് കർഷകർ സ്ട്രോബെറി കൃഷി ഇറക്കിയിരുന്നു. ഈ സ്ട്രോബെറികളിൽ കായ്കൾ നിറഞ്ഞ് പഴുത്തു തുടങ്ങിയതോടെ കർഷകർ വിളവെടുപ്പും ആരംഭിച്ചു. തോട്ടങ്ങളിൽ നിന്നും പറിച്ചെടുത്ത് അപ്പോൾ തന്നെ ആവശ്യക്കാർക്ക് സ്ട്രോബെറികൾ കൊണ്ടുപോകാം. തോട്ടങ്ങളിൽ ഇറങ്ങി സ്ട്രോബെറിയുടെ മധുരം നുകർന്ന് ആവശ്യാനുസരണം കായകൾ വാങ്ങി മടങ്ങാനുള്ള അവസരം കാന്തല്ലൂരിലുണ്ട്. സ്ട്രോബെറികൾ വാങ്ങാൻ വിനോദസഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. സ്ട്രോബെറിയിൽ നിന്നും ജാം അടക്കമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുമുണ്ട്. വിനോദസഞ്ചാരവുമായി കോർത്തിണക്കിയാണ് കർഷകർ ഇപ്പോൾ കാന്തല്ലൂരിൽ സ്ട്രോബെറി കൃഷി ചെയ്തു വരുന്നത്. വിപണി കണ്ടെത്താനുള്ള സാധ്യതയായി കർഷകർ വിനോദസഞ്ചാരത്തെ കാണുന്നു. പരമ്പരാഗത കാർഷിക ഗ്രാമമായ വട്ടവടയിൽ മഞ്ജുവിരട്ട് ഉത്സവം നടത്തി. പാരമ്പര്യമായി കൃഷി ഇറക്കുന്നതിന് നിലമൊരുക്കാൻ ഉപയോഗിക്കുന്നത് മുതൽ കൃഷി വിളവെടുക്കുന്നത് വരെ തങ്ങൾക്ക് സഹായകമാകുന്ന കാളകളെ ഉപയോഗിച്ച് നടത്തുന്ന ഉത്സവമാണ് മഞ്ജുവിരട്ട് എന്ന ജല്ലിക്കെട്ട് ഉത്സവം. കേരളത്തിൽ ജല്ലിക്കെട്ട് നടക്കുന്ന ഏക സ്ഥലമാണ് വട്ടവട. ജല്ലിക്കെട്ട് എന്ന പദത്തിന് പകരം കാളയെ ഓടിക്കുക എന്ന അർത്ഥം വരുന്ന മഞ്ജുവിരട്ട് എന്ന വാക്കാണ് വട്ടവടയിൽ ഉപയോഗിക്കുന്നത്. തമിഴ്നാട്ടിലും വർഷങ്ങൾക്ക് മുമ്പ് മഞ്ജുവിരട്ട് എന്നാണ് ജല്ലിക്കെട്ട് അറിയപ്പെട്ടിരുന്നത്. തമിഴ്നാട്ടിൽ പ്രചാരത്തിലുള്ള 3 ജല്ലിക്കെട്ട് രീതിയാണ് വടിമഞ്ജുവിരട്ട്, വായോലി വിരട്ട്, വടം മഞ്ജുവിരട്ട് എന്നിവ. ഇതിൽ വടിമഞ്ജുവിരട്ട് എന്ന ജല്ലിക്കെട്ട് രീതിയാണ് കേരളത്തിലെ വട്ടവടയിൽ നടന്നു വരുന്നത്. കാളയുടെ മുതുകിൽ പിടിച്ചുകൊണ്ട് ഒരു നിശ്ചിത ദൂരം ഓടുക എന്നതാണ് വടിമഞ്ജുവിരട്ട് എന്നത്. വട്ടവട ഗ്രാമത്തിന്റെ തലൈവാസലിൽ നിന്നും തണ്ണിക്കര എന്ന സ്ഥലം വരെയാണ് ഇത്തരത്തിൽ കാളകളെ ഓടിക്കുക. കാളകൾക്ക് വിശ്രമം നൽകാനുള്ള ഉത്സവം കൂടിയാണ് ഇതെന്ന് ഗ്രാമക്കാർ പറയുന്നു. അൻപതാം വർഷത്തിലേക്ക് കടന്ന ഇടുക്കി ജലവൈദ്യുത പദ്ധതി. 1976 ഫെബ്രുവരി 12-നാണ് ഇടുക്കി ജലാശയവും മൂലമറ്റം പവർ ഹൗസും ഉൾപ്പെടുന്ന ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം തുടങ്ങിയത്. 839 മീറ്റർ ഉയരമുള്ള കുറവൻമലയും 925 മീറ്റർ ഉയരമുള്ള കുറത്തിമലയും യോജിപ്പിച്ച് നിർമ്മിച്ച ഇടുക്കി അണക്കെട്ടിന് 555 അടി ഉയരമുണ്ട്. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നിങ്ങനെ 3 അണക്കെട്ടുകൾക്കുള്ളിലായാണ് 60 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ജലസംഭരണി വ്യാപിച്ചു കിടക്കുന്നത്. ഇടുക്കി ഡാമിൽ നിന്നുള്ള വെള്ളം ലോഹക്കുഴലിലൂടെ മൂലമറ്റം പവർ ഹൗസിലെത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. 780 മെഗാവാട്ടാണ് ഇടുക്കി പദ്ധതിയുടെ ഉൽപ്പാദന ശേഷി. സംസ്ഥാന വൈദ്യുതി വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഇടുക്കി ഡാം ഏഷ്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ടാണ്. ഇടുക്കി അണക്കെട്ടും പരിസരങ്ങളും സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.